വർണ്ണങ്ങൾ വാരിവിതറി രാജ്യം ഇന്ന് ഹോളി ആഘോഷിക്കുന്നു. ജാതി മത ഭേദമന്യേ രാജ്യമാകെ നിറങ്ങളുടെ ഉത്സവത്തിലാണ്. മധുരപലഹാരങ്ങളുമായി ഹോളി ആഘോഷങ്ങളിലേക്ക് കടന്ന ഉത്തരേന്ത്യ. പല നിറത്തിലുള്ള ചായങ്ങൾ പരസ്പരം വാരി വിതറുന്നതിനോടൊപ്പം മനുഷ്യർക്കിടയിൽ സ്നേഹവും ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു. മതത്തിനും ഭാഷയ്ക്കും അതീതമായി സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായാണ് ഹോളി ആഘോഷത്തെ ജനങ്ങൾ ഏറ്റെടുത്തത്. ഉത്തരേന്ത്യയിലാണ് ഹോളി പ്രധാനമായും ആഘോഷിക്കുന്നത്. പലയിടങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ഹോളി ആഘോഷങ്ങൾ നടക്കുന്നതെങ്കിലും ഹോളി ആഘോഷങ്ങളിൽ സംഗീതത്തിനും നൃത്തത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഈ ദിവസം ആളുകൾ പരസ്പരം മധുരപലഹാരങ്ങൾ കൈമാറുകയും പരസ്പരം ആശംസകൾ നേരുകയും നിറങ്ങൾ കലർന്ന വെള്ളമൊഴിച്ചും ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളാണ് ഹോളിയുമായി ബന്ധപ്പെട്ടുള്ളത്. വസന്തകാലത്തിന്റെ ആരംഭത്തെയും ഹോളി സൂചിപ്പിക്കുന്നു. ഹോളി കർഷകരുടെ ആഘോഷമായിരുന്നു. സമൃദ്ധമായ വിളവ് ലഭിക്കുവാനും മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുവാനുമായി തുടങ്ങിയ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നുവെന്നും പറയുന്നു. ഹോളി ആഘോഷത്തിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഹിരണ്യകശിപുവിന്റെ കഥ. ഹിരണ്യകശിപുവിന്റെ സഹോദരിയായിരുന്ന ഹോളിക വിഷ്ണുഭക്തനായ പ്രഹ്ലാദനെ അഗ്നിക്കിരയാക്കുവാൻ ശ്രമിച്ചെങ്കിലും വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ രക്ഷപ്പെടുകയും ഹോളിക അഗ്നിക്കിരയാവുകയും ചെയ്തു. ഇതിൽ നിന്നാണ് ഹോളി ആഘോഷം ഉണ്ടായതെന്നാണ് ഐതിഹ്യം. ഹോളി ആഘോഷങ്ങളിലേക്ക് കടന്നതോടെ ഉത്തരേന്ത്യ വിപണിയും ഏറെ സജീവമാണ്. ദിവസങ്ങൾക്ക് മുൻപേ കളർ പൊടികളും മധുരപലഹാരങ്ങളും വാങ്ങുവാൻ കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ആഘോഷത്തോടനുബന്ധിച്ച് കർശന സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.